നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് കേട്ടിട്ടില്ലേ? അക്ഷരാർത്ഥത്തിൽ അതാണ് സാബി അലോൺസോയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വന്നു, ബയർ ലെവർക്യൂസന്റെ തലവര മാറി, ചരിത്രം മാറി. 1993 ശേഷം അവർ ഒരു കിരീടവും ചൂടിയിട്ടുണ്ടായിരുന്നില്ല. 30 വർഷത്തെ കിരീട വരൾച്ചയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം അവസാനിപ്പിച്ചു. ഇപ്പോഴിതാ പുതിയ സീസണിലും കിരീടത്തോടെ തുടക്കമിട്ടിരിക്കുകയാണ്. DFL സൂപ്പർ കപ്പില് പുറകിൽ നിന്ന ശേഷം സമനില പിടിക്കുകയും ഒടുവിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വിജയിച്ച് കയറുകയും ചെയ്തു. അങ്ങനെ കിരീടം ചൂടി. ഇപ്പൊ 3ാമത്തെ ട്രോഫിയായി. കഴിഞ്ഞ 5 മാസത്തിനിടയ്ക്ക്, അതായത് 1993 മുതൽ 2003 വരെ കിരീടമില്ലാതിരുന്ന ടീമിന് കഴിഞ്ഞ 5 മാസങ്ങൾക്കിടയിൽ ഇതാ 3 ട്രോഫികൾ. ബുണ്ടസ്ലീഗ കിരീടം, DFB പോക്കൽ കിരീടം, ഇപ്പോഴിതാ DFL സൂപ്പർ കപ്പിലും മുത്തമിട്ടിരിക്കുകയാണ്. DFL സൂപ്പർ കപ്പില് VfB സ്റ്റുട്ട്ഗർട്ടിനെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബയർ ലെവർക്യൂസൻ കിരീടത്തിലേക്ക് പോയത്. കളിയുടെ 88 മിനിറ്റ് വരെ പുറകിൽ നിന്നതാ. 2-1 ലെവർക്യൂസൻ പുറകിലായിരുന്നു. അപ്പോൾ ഗോൾ അടിച്ചുകൊണ്ട് സമനിലയിലേക്ക് പോവുകയും പിന്നീട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വിജയിക്കുകയും ചെയ്തു. മാത്രമല്ല, ട്രെഡിയർക്ക് 37ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയിട്ട് 10 പേരുമായിട്ട് കളിച്ചിട്ടാണ് ഈ കിരീടം ചൂടിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. മത്സരത്തിൽ 11ാമത്തെ മിനിറ്റിൽ ബോണിഫേസിലൂടെ ലെവർക്യൂസൻ മുന്നിലെത്തിയെങ്കിലും 15ാമത്തെ മിനിറ്റിൽ മിലോട്ടിലൂടെ VfB സ്റ്റുട്ട്ഗർട്ട് ഒപ്പം പിടിച്ചതാണ്. പിന്നെ 37ാമത്തെ മിനിറ്റിൽ ടെറിയർക്ക് റെഡ് കാർഡ് കിട്ടിയതോടെ ലെവർക്യൂസൻ 10 പേരായിട്ട് ചുരുങ്ങി. രണ്ടാം പകുതിയിലെ 63ാമത്തെ മിനിറ്റിൽ ഡെനീസ് ഉണ്ടാവിലൂടെ ഗോളടിച്ച് VfB സ്റ്റുട്ട്ഗർട്ട് കളി പിടിച്ചു എന്ന് തോന്നിച്ചതാണ്. പക്ഷെ 88ാമത്തെ മിനിറ്റിൽ ഷിക്കിന്റെ ഗോളിലൂടെ ലെവർക്യൂസൻ കളി ഒപ്പമാക്കി. പിന്നീട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ 4-3 വിജയിച്ചുകൊണ്ട് കിരീടം ചൂടുകയും ചെയ്തു. സാബി അലോൺസോ കഴിഞ്ഞ സീസണിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് പുനരാരംഭിച്ചിരിക്കുന്നു. എതിരാളികൾ ജാഗ്രത. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.